മോഹൻലാലിന്റെ ക്യാമിയോ റോളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു കഥാപാത്രം കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കരപ്പക്കയെ മോഹൻലാൽ എത്തിയതായിരുന്നു. എന്നാൽ മോഹൻലാൽ ഇതിൽ എത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജിത്ത് അമ്പാടി. കാരണം ഈ സിനിമയിലേക്ക് നിരവധി പേരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെട്ടു, അവസാനം മോഹൻലാലിലേക്ക് എത്തുകയായിരുന്നു എന്നതാണ്. പക്ഷേ മോഹൻലാലിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ആ സിനിമയുടെ റേഞ്ച് തന്നെ മാറി. ഒപ്പം കായംകുളം കൊച്ചുണ്ണിയുടെ ഏറ്റവും വലിയ വിജയഘടകമായി മാറിയത് ഇത്തിക്കരപ്പക്കി എന്ന മോഹൻലാൽ കഥാപാത്രമായിരുന്നു. ഈ വിജയത്തിന് ശേഷം സംവിധായകൻ ഇത്തിക്കരപ്പക്കിയെ മുഖ്യ കഥാപാത്രമായി ഒരു സിനിമ ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തു എന്നതാണ് മറ്റൊരു കൗതുകം. ആ ചിത്രത്തിന് വേണ്ടി ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. റോഷൻ ആൻഡ്രൂസ് ആണ് ഇങ്ങനെയൊരു ചിത്രം ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതും. സിനിമ തുടങ്ങി അവസാനം ആയപ്പോഴാണ് ഇത്തിക്കരപ്പക്കി എന്ന കഥാപാത്രം ചെയ്യുന്ന ആളെ ഫിക്സ് ചെയ്തില്ലായിരുന്നു എന്ന് രഞ്ജിത്ത് അമ്പാടി പറയുന്നത്. ഷൂട്ടിന് മുൻപ് ടൊവിനോ തോമസ് ചെയ്യാനിരുന്നതായിരുന്നു എന്നും അതിനുശേഷം ശരത് കുമാർ, ചിരഞ്ജീവി, നാഗാർജുന തുടങ്ങി അവസാനം കമൽഹാസനും സൂര്യയും വരെ എത്തിയെന്നും രഞ്ജിത്ത് അമ്പാടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ അവസാനമാണ് മോഹൻലാലിലേക്ക് എത്തുന്നതെന്നും രഞ്ജിത്ത് അമ്പാടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. സിനിമ തുടങ്ങി അവസാനമായപ്പോൾ ആ ക്യാരക്ടർ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകളുടെ പേര് വന്നത് ആ ക്യാരക്ടറിൽ ആയിരിക്കും. ഷൂട്ടിങ്ങിന് മുമ്പ് ആദ്യം അത് ടൊവിനോ ചെയ്യാനിരുന്നതായിരുന്നു. ടൊവിനോ പോയി ശരത് കുമാറായി, അതിനുശേഷം ചിരഞ്ജീവിയായി, നാഗാർജുനയായി, അവസാനം കമൽഹാസൻ വരെ എത്തി. അതിനുശേഷം സൂര്യയിലെത്തി. അതൊന്നും ഫൈനൽ ആവാതെ ആയപ്പോൾ ലാൻസാറിലേക്ക് എത്തുന്നത്. നമുക്ക് വലിയ ടൈമില്ല. ഇന്ന് പുള്ളി ഫിക്സ് ആയി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞാൽ പുള്ളി ഷൂട്ടിന് വരണം. പുള്ളി ലൊക്കേഷനിലേക്ക് വന്നിട്ട് ലുക്ക് ടെസ്റ്റ് നടത്തി പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അതിനുമുമ്പ് തന്നെ നോക്കണമെന്ന് റോഷൻ പറഞ്ഞിട്ട് ഞാനും പ്രൊഡക്ഷൻ ഡിസൈനറും കോസ്റ്റ്യൂം ഡിസൈനറും ഞങ്ങൾ 3 പേരും കൂടെ മുംബൈയിലേക്ക് പോയി. കൊച്ചുണ്ണിയുടെ ഷൂട്ട് ഗോവയിൽ ആയിരുന്നു. ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോയി. അവിടെ നീരാളിയുടെ ഷൂട്ട് നടക്കുകയാണ്. അവിടെ രാവിലെ ചെന്ന് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ലുക്ക് ടെസ്റ്റ് നടത്തി. നമ്മൾ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവിടെ കാരവാനിൽ വെച്ച് തന്നെ ടെസ്റ്റ് ലുക്ക് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസ് ഡയറക്ടറിന് അയച്ചു. അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വന്നു. അതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. നീരാളിയുടെ ഗെറ്റപ്പ് കളയാൻ പറ്റില്ല. അത് തന്നെ വെച്ചിട്ടാണ് നമ്മുടെ ലുക്കിലേക്ക് മാറ്റിയത്. വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടും ചെയ്തു. രഞ്ജിത്ത് അമ്പാടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.